Watch how British Patriots has begun attacking Keir Starmer on the streets as he has led the whole of Britain down. ഹലോ ഫ്രണ്ട്സ്, 2024 ജൂലൈ 4 നടന്ന UK പാർലമെൻറ്റ് ഇലക്ഷനിൽ ലേബർ പാർട്ടി സർ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് 411 സീറ്റുകൾ നേടിക്കൊണ്ടാണ്. അതിനു മുമ്പ് നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടികളായിരുന്നു UK അധികാരത്തിലുണ്ടായിരുന്ന ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വലിയ കുഴപ്പമില്ലാതൊക്കെ ഭരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നാൽ അവർക്കുള്ള ജനപിന്തുണ വളരെയധികം കുറയുകയും UK ഒരു പുതിയ ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്തു. ജൂലൈ 4 തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ UK എല്ലാവർക്കും അറിയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടികൾ ഇനി അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ലേബർ ഗവൺമെൻറ് ആയിരിക്കും അടുത്ത അധികാരം ഏറ്റെടുക്കുന്നത്. ലേബർ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പുതിയ നല്ല നടപടികൾ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ UK എക്കണോമി നല്ല രീതിയിൽ ബൂം ചെയ്യും. അതുപോലെ തന്നെ UK അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷൻ്റേതായിരുന്നു. ആ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറച്ചുകൊണ്ട് വരും. അങ്ങനെ ലേബർ ഗവൺമെൻറ് അടിപൊളിയായിട്ട് ഭരിച്ച് UKയെ വലിയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ UK എക്കണോമി ഏതാണ്ട് നിലം പതിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം UK ചെറിയ ബിസിനസ്സുകൾക്ക് എല്ലാം തന്നെ ലോക്ക് വീഴുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ UK നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. എന്നാൽ നെറ്റ് ഇമിഗ്രേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ ഇപ്പോഴും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്ന് കൺസർവേറ്റീവ് ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് ഇവിടേക്ക് വരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും കെയർ വിസയിൽ വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും പിന്നെ അതുപോലെ തന്നെ സാലറിയിൽ കൊണ്ടുവന്ന ആ ഒരു വർധനവും ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ UK എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിന് പോലും വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ UK എത്തിയിരിക്കുന്നു. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ വളരെയധികം കുറവാണ്. അത് ലേബർ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് കാണേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രമല്ല അന്ന് കൺസർവേറ്റീവ് ഭരണത്തിൽ വന്നിരുന്ന സമയത്ത് അവരുടെ അവസാന സമയങ്ങളിൽ എന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റുവാണ്ട പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റുവാണ്ട പ്ലാൻ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവരത് സ്ക്രാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ദിവസവും ഇപ്പോൾ 100 കണക്കിന് അഭയാർത്ഥികളാണ് ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു 5 മാസം കൊണ്ട് തന്നെ ലേബർ ഗവൺമെൻറ് ഹണിമൂൺ പീരീഡ് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പെറ്റീഷൻ ഫോം ചെയ്തു. ആ ഒരു പെറ്റീഷനിൽ ഏകദേശം 30,19,006 ആൾക്കാരാണ് പുതിയ പെറ്റീഷനിൽ ഇപ്പോഴും സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഗവൺമെൻറ് പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഒരു ഇലക്ഷൻ നടത്തണമെന്നാണ് ആവശ്യം. മൈക്കൽ വെസ്റ്റ്വുഡ് എന്നറിയപ്പെടുന്ന ഒരു 3 പബ്ബുകളുടെ ഉടമയായ ഒരാളാണ് ഈ ഒരു പെറ്റീഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ ജനപിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാർലമെൻറ്റിൽ ഡിബേറ്റിന് വരും. പക്ഷേ ജനപിന്തുണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റും നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെതിരായിട്ട് വലിയ ജനരോക്ഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. Now, the Patriots are angry and have vowed to attack the Prime Minister anywhere they see him until he starts working on the interest of the British people or he should step down. Labour for the working class man. Why have you നമുക്കറിയാം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം ചെയ്യാനായിട്ട് പോകുന്നു. ട്രംപും ഇലോൺ മസ്കും തമ്മിൽ വലിയ ബന്ധത്തിലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു മൈക്കൽ ഫറാജിൻ്റെ പാർട്ടിക്ക് വലിയ പിന്തുണ നൽകിയിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ഫണ്ടാണ് ഈ ഒരു മൈക്കൽ ഫറാജിൻ്റെ ഈ ഒരു റിഫോം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മുടക്കിയിരിക്കുന്നത്. ഇലോൺ മസ്കും ഫറാജയും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ഇലോൺ മസ്ക് ഈ ഒരു റിഫോം പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK ഇനിയിപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് പോകുമോ, അല്ലെങ്കിൽ നമ്മളുടെ കാനഡ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ കൂട്ട് പ്രധാനമന്ത്രി രാജിവെച്ച് സ്ഥാനം ഒഴിഞ്ഞിട്ട് പുതിയൊരു പ്രധാനമന്ത്രി വരുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. The
The growing anger among these patriots raises important questions about the state of British politics and the challenges faced by its leaders. The UK Home Office's decision to allocate funds to support Muslim communities has sparked fierce debate across the nation. Critics argue that this funding is emblematic of a broader trend in which the government appears to favour certain groups at the expense of others. As the cost of living crisis continues to affect millions, with rising energy bills and stagnant wages, the perception that the government is neglecting the needs of its most vulnerable citizens only deepens the divide. നമുക്ക് യു കെയിലെ ഇതേപോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് ഹെൽത്ത് സെക്ടറുകളിലും അതുപോലെ തന്നെ IT എൻജിനീയറിംഗ് സെക്ടറുകളിലൊക്കെയാണ്. പക്ഷേ അതേപോലെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ യു കെയിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കിപ്പം കെയർ സ്റ്റാമർ ആണോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഋഷി സുനക്കാണോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ടോണി ബ്ലെയർ ആണോ ഭരിക്കുന്നത്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കൂടി കുറച്ച് ഹെൽപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാർ യു കെയിലേക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ അവർ സമാധാനകാംക്ഷികളാണ്. അതേപോലെയൊക്കെ തന്നെ അവർ ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് യു കെക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരു ആളിനെ പോലും ഇപ്പോഴും യു കെയിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മളെപ്പോലൊക്കെ മലയാളികളായ ആയിരക്കണക്കിന് നേഴ്സസും ഡോക്ടേഴ്സുമാണ് യു കെയിലെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അവരെ കൊണ്ട് NHS ഹോസ്പിറ്റലിലേക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് ഉള്ളതാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതേപോലെയുള്ള ഒരാളിന് പോലും ഇപ്പോൾ യു കെയിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്രയ്ക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലേബർ ഗവൺമെൻറ് ആ ഒരു ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നതോടുകൂടി നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഒരാൾക്ക് പോലും ഇപ്പോൾ യു കെയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു വിൻ്റർ സീസൺ കൂടി ആയതോടുകൂടി NHS ഹോസ്പിറ്റലുകൾ എന്ന് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്രഷറിലാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. നമുക്കറിയാം ഓരോ വാർഡുകളിലും പോയി കഴിഞ്ഞാൽ 5-6 ബോർഡർ പേഷ്യൻറ്റുകളാണ് ഓരോ വാർഡിലുള്ളത്. അതായത് ഒരു വാർഡിൽ ഇപ്പോൾ 20-25 ബെഡാണെന്നുണ്ടെങ്കിൽ ആ 25 കഴിഞ്ഞ് എക്സ്ട്രാ ഒരു 5 പേഷ്യൻറ്റിനെ കൂടി ഓരോ വാർഡും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഓരോ A&Eയുടെ മുന്നിലും ഈ ഒരു ആംബുലൻസിൻ്റെ വലിയ ക്യൂ ആണ്. കാരണം ആ ഓരോ ആംബുലൻസിലും ഓരോ പേഷ്യൻറ്റ് 2, 3, 4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ആ A&Eയിലോട്ട് പ്രവേശിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലൊക്കെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ വളരെയധികം വേഴ്സ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് സമയത്തിന് ചികിത്സ ലഭിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സമയത്തിന് ഡോക്ടറെ കാണാനോ സാധിക്കാതെ വരുന്നുള്ളത് ഈ രാജ്യത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതാണ് ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും തന്നെ റേസ് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെ ഗവൺമെൻറ് ഇതൊന്നും കാണാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വരികയോ അല്ലെങ്കിൽ റീ ഇലക്ഷൻ വരികയോ നല്ല സുസ്ഥിരമായ നല്ല ഒരു ഗവൺമെൻറ് വന്നെങ്കിൽ മാത്രമേ യു കെ ഇനിയിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് യു കെയിലേക്ക് ഇനിയിപ്പോൾ വരാനായിട്ടും സാധിക്കത്തുള്ളൂ. എന്തായാലും അങ്ങനെയുള്ള ഒരു ദിവസം ഈ 2025 എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് നമ്മളും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി കാതോർക്കാം. നമ്മൾ മറ്റൊരു അപ്ഡേഷനിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.